പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ വന്നിട്ട് ഏതാണ്ട് 18 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ 18 ദിവസം കഴിഞ്ഞ് തിരികെ പോവാണ്. ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ എറണാകുളം ഹൈവേയിലാണ്. ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ടും വഴി ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ടും നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് ചേർത്തല വഴിയാണ് പോകുന്നത്. ചേർത്തല ടൗണൊക്കെ കയറി ഒരു ഷോർട്ട് കട്ടിൽ കൂടെ അങ്ങനെ അരീക്കുറ്റിയിലെത്തി. അങ്ങനെ ആ ഒരു റൂട്ടാണ് നമ്മളിപ്പം പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ റിട്ടേൺ ജേണിയാണ്. ഇപ്പം നേരെ എറണാകുളമാണ് ഇപ്പം നമ്മുടെ ലക്ഷ്യം. എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത പ്ലേസുകളാണ് ഇതൊക്കെ. കാരണം നമ്മൾ നോർമലി NH കൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇതുവഴി വരേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ റൂട്ടുകളൊക്കെ കാണാൻ യാതൊരു സാധ്യതയില്ല. ഒരു തനി ഗ്രാമാന്തരീക്ഷം ഉള്ള പ്ലേസുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ അരീക്കുറ്റി പാലത്തിൽ എത്തി. അരീക്കുറ്റി പാലത്തിൽ നിന്ന് ഷോർട്ട് കട്ട് എടുത്ത് നമ്മളിപ്പം ഇവിടെ നിന്ന് ചെന്നെത്താൻ പോകുന്നത് ഹൈവേയിലോട്ടാണ്. ഹൈവേ ആകെ ബിസിയാണ്. കാര്യം ഈ പണി നടക്കുന്നത് കൊണ്ടും കൺജഷൻ ഭയങ്കരമാണ്. നമ്മളതൊക്കെ ക്രോസ് ചെയ്ത് നേരെ ഇങ്ങനെ നമ്മൾ നേരെ കൊച്ചിയിൽ എത്തിയാണ്. ഇപ്പോൾ ടോൾ പ്ലാസയുടെ അവിടെ എത്തി. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ലുലു ക്രോസ് ചെയ്യും. അങ്ങനെ നെടുമ്പാശ്ശേരി ലക്ഷ്യമാക്കി പോകുന്നു. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രൗൺ പ്ലാസയാണ്. ഇത് ഫോറം മോള്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. നമ്മൾ ഇതിനിടയിൽ ഒരു ഷോർട്ട് കട്ട് എടുത്തു പെട്രോൾ അടിക്കാൻ. അതിന് ശേഷം പിന്നെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇതായി കാണുന്ന ലുലു ആണ് നമ്മുടെ കൊച്ചി ലുലു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ് ഉണ്ട് നേരെ എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ലഗേജ് ഇട്ടു. ലഗേജൊക്കെ കറക്റ്റ് വെയിറ്റ് ആയിരുന്നുകൊണ്ട് ഇവിടെ വലിയ ശല്യമൊന്നുമില്ല. നമ്മളിപ്പോൾ നേരെ ലോഞ്ചിലോട്ട് പോവുകയാണ്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ ഒരു നേരെ നമ്മുടെ എർത്ത് ലോഞ്ചിലോട്ട് പോവാം. ഇനി ഫ്ലൈറ്റ് വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് നേരം അവിടെ ഇരിക്കാം. എന്നിട്ട് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പോകാം. ഈ എർത്ത് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം അതിൻ്റെ ബാർ കൗണ്ടർ ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ ബാർ കൗണ്ടർ ഇവിടുന്ന് മാറി ആ കോർണറിലോട്ട് ഒന്ന് മാറിയെന്ന് തോന്നുന്നു. ഈ സംഭവമൊക്കെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ബുഫേ സ്റ്റൈലും ടേബിൾസും എല്ലാം പുതിയതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി പുതിയ 2 സംഭവങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 അതുപോലെ തന്നെ നമുക്കിവിടെ ഇരുന്ന് കാണാമായിരുന്നു ഫ്ലൈറ്റിൻ്റെ ആ ഭാഗങ്ങളൊക്കെ, ഔട്ടർ പാർട്ട് അതൊക്കെ അവർ അടച്ചു. ഇങ്ങനെ കുറേ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളെല്ലാം. ഇതൊന്ന് ബാത്റൂം ഇപ്പോൾ അവർ ഔട്ട് സൈഡ് ആക്കിയെന്ന് തോന്നുന്നു. ഇതിനകത്ത് ബാത്റൂം ഇല്ലെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ റിനോവേറ്റ് ചെയ്താൽ ഇതൊരു പുതിയ ലോഞ്ചാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ ലോഞ്ച് അതുപോലെ അപ്പുറേ ഉണ്ട്. ഇതൊരു പുതിയ ലോഞ്ച് പുതിയതായിട്ട് പണിതാണ്. അപ്പം അപ്പുറത്തെ നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന ആ ലോഞ്ച് അതിപ്പോഴും ഉണ്ട്, അവൈലബിളാണ്. 1 മണിക്കൂറോളം ലോഞ്ചിലിരുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ക്ലാസ്സുകാർക്ക് ലോഞ്ച് സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമാണ്. കാര്യം ബിസിനസ്സും ഫസ്റ്റ് ക്ലാസ്സും വരുന്നവരുടെ പ്രൈവസി. നമ്മളിങ്ങനെ കാർഡ് കൊടുത്തിട്ട് ലോഞ്ച് കയറത്തില്ലേ, അത് ഒരു വലിയ ശതമാനം ആൾക്കാർ കാർഡ് കൊടുത്ത് കയറുന്നവരാണ്. അപ്പം ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും കയറുന്നവരുടെ ആ ഒരു പ്രിവിലേജ് അവിടെ ഇരിക്കുന്നതിൽ അതൊരു ചെറിയ ഇത് വരും അവരുടെ പ്രൈവസിക്കുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർ ചെയ്ത് കറക്റ്റായിട്ട് 2നെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ മദ്യവും അതും ഇതും എല്ലാം കാണാം. പക്ഷേ നമ്മൾ പോകുന്ന രാജ്യത്തോട്ട് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും നമ്മളിത് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഇതൊക്കെ കണ്ടിങ്ങനെ കവർ ചെയ്ത് പോകാം നമുക്ക്.
ഫ്ലൈറ്റ് നമ്പർ 2 ആണ്. സൗദി എയർലൈൻസ് SV775. ഞാൻ ഏറ്റവും ലാസ്റ്റ് റോയിലാണ്. അവസാനമായിരിക്കും വിളിക്കുക. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ സ്കാൻ ചെയ്ത് അവർ നമ്മളെ അകത്തോട്ട് വിട്ടു. ഇപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോകുന്നു. ഇനിയിപ്പം റിയാദിൽ ചെന്നിട്ട് നമുക്ക് കാണാം. നല്ല മഴയുണ്ട് ഇപ്പം കൊച്ചിയിൽ. അങ്ങനെ റിയാദിൽ ലാൻഡായി. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട് റിയാദിൽ. നമ്മളങ്ങനെ പിറ്റേ ദിവസം ഇവിടെ സുഹൃതം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. അവിടുത്തെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാവിലെ ബദിയ എന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ തന്നെ ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ ആ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ എല്ലാവരും ഇവിടെ കണ്ടു. വെക്കേഷനൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ ബദിയയിൽ എത്തി. ഇതാണ് ആ പറഞ്ഞ ആ ഒരു സ്ഥലം. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന നല്ല വലിയ രസമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മളിവിടെ സമയങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.